നോക്കൂ ശ്രീ ഹഷ്മി, 9 വർഷം ഭരിച്ച് 10ാം വർഷത്തിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ആയുധം തരികയാണ്. നാൽക്കവലയിലാണ് അവർ. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി പിണറായി ഗവൺമെൻറ് ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ്. അവരൊരു ആയുധം തരികയാണ്. ഏത് ആയുധമാണ് UDF എതിരെ പ്രയോഗിക്കേണ്ടത്? ഇത് അവർക്ക് സംഭവിച്ച ഒരു ദുര്യോഗം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ BD സതീശനെതിരെ ഏത് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വല്ലാതെ ഉയർന്നുപോയി. BD സതീശനെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വേറൊരു രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കുണ്ടെന്നുള്ള വേറെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സതീശനെതിരെ എന്ത് ആക്ഷേപം വന്നാലും ശരി, അത് പൊതുസമൂഹം ചർച്ച ചെയ്യില്ല. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഒരു പരിധിവരെ വിജയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചർച്ചയാക്കാമല്ലോ. കാരണം ഈ ചർച്ചയാക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഒരു പക്ഷേ ശബരിമലയായിരിക്കാം. ആ വിഷയം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ചർച്ചയാക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ ഗവൺമെൻറ് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മാസം 20-ാം തീയതി നിയമസഭ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിയമസഭ തുടങ്ങുമ്പോൾ ഈ വിഷയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആക്ഷേപവും അവരെടുത്തിടും. അപ്പോൾ ചർച്ചയുടെ ഗതി അപ്പോഴും മുഖ്യമന്ത്രിക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അവസാന കാലത്ത് ജനങ്ങളോട് പറയാൻ ഒരു അജണ്ടയില്ലാതെ പോയത്? അവർ VD സതീശനെതിരെ കൊണ്ടുവരുന്ന ഈ ആക്ഷേപം, സതീശനെ ഭയക്കുകയാണ് അവർ. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സതീശൻ്റെ ഒരു ക്രാന്ത ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി ഇവർ ഭയക്കുകയാണ്. അത് തുടങ്ങിയത് ഇപ്പോഴല്ല. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് അത് കൂടുതൽ രൂക്ഷമായത്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും അതുപോലെ സതീശൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും ഒക്കെ പറഞ്ഞ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് സതീശനെതിരായ നീക്കം തുടങ്ങി. ആ നീക്കം പക്ഷേ അവിടെ പരാജയപ്പെട്ടു. പിന്നീട് നിലമ്പൂർക്ക് കൊണ്ടുവന്നപ്പം അത് വീണ്ടും അവിടെ ശക്തി പ്രാപിച്ചു. അവിടെയും പരാജയപ്പെട്ടു. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇനി അവർക്ക് ഒരു രക്ഷയില്ല. കാരണം അവർക്ക് ഒരൊറ്റ ആയുധമേ അവർക്കുള്ളൂ. ആ ആയുധം ഹഷ്മി പറഞ്ഞ പോലെ വജ്രായുധമല്ല.